ശാലകളിലോ അതുപോലെയുള്ളിടത്തോ മാത്രം ഒന്ന് സ്വരിച്ചു ചൊല്ലുകയോ അല്ലാതെ ചൊല്ലുകയോ ഇട്ട് ചൊല്ലിക്കേട്ടാൽ മാത്രം മതി, അത്രേ ഉള്ളൂ വേദത്തിന്റെ പ്രസക്തി എന്ന് വിചാരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴും നമ്മൾ നിൽക്കുന്നത്. അത് മാറ്റിയത് വിദേശികളാണ്. വിദേശികൾ ഭാരതത്തിൽ എത്തിയത് വേദം പഠിക്കാനാണ്, ചൊല്ലാനാണ്. വേദം പഠിച്ച് വേദത്തിന്റെ ആന്തരികമായ പൊരുൾ എന്താണെന്ന് മനസ്സിലാക്കിയപ്പോൾ അവർ അത്ഭുത സ്തബ്ധരായി. അവർ നമ്മോട് പറഞ്ഞു വേദം പഠിക്കുക. അങ്ങനെ ഇന്ന് ജിജ്ഞാസുക്കളായ ചിലരെങ്കിലും വേദം പഠിക്കാൻ, എന്താണ് വേദമന്ത്രങ്ങളുടെ പൊരുൾ, എന്താണ് അതിനകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, നമ്മുടെ ജീവിതവുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ എന്നൊക്കെ നമുക്ക് അന്വേഷിക്കാൻ ഇന്ന് ഇഷ്ടം പോലെ സാഹചര്യങ്ങളും ഇഷ്ടം പോലെ നമുക്ക് വേണ്ട സംഹിതകളും ഉണ്ട്. ആ കാലഘട്ടത്തിലാണ് വേദത്തെക്കുറിച്ച് അന്വേഷിച്ചു വരേണ്ടത്. വേദത്തിന്റെ അകത്തേക്ക് കടന്ന അവയിലെ മന്ത്രങ്ങളുടെയും സൂക്തങ്ങളുടെയും അർത്ഥങ്ങളിലൂടെ സഞ്ചരിച്ച് എന്ത് സംഭാവനയാണ് നിത്യജീവിതത്തിലേക്ക് വേദങ്ങൾ ചെയ്തതെന്ന് അറിയുമ്പോൾ മാത്രമാണ് വൈദിക സംസ്കൃതിയും മനുഷ്യൻ തമ്മിലുള്ള ബന്ധത്തെ ഉറപ്പിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. ഇന്ന് പല ഭാഷകളിലായി വേദങ്ങളുടെ വ്യാഖ്യാനം ഇഷ്ടംപോലെ നമുക്ക് കിട്ടാനുണ്ട്, നമുക്ക് വായിച്ചു പഠിക്കാം. എന്താണ് ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം എന്ന് ചോദിച്ചാൽ, ഈ പ്രപഞ്ച സത്യത്തെ അന്വേഷിച്ച് കണ്ടെത്തുകയായിരുന്നു ഋഷീശ്വരന്മാരുടെ ലക്ഷ്യം. അവര് അന്തർമുഖമായ അന്വേഷണമാണ് നടത്തിയത്. പ്രപഞ്ച സത്യത്തെ അവർ കണ്ടെത്തി സാക്ഷാത്കരിച്ചത് പരീക്ഷണശാലകളിൽ കൂടിയല്ല, തപസ്സിലൂടെയാണ്. അവര് കണ്ടെത്തിയത് ആത്യന്തിക സത്യമാണ്, അല്ലെങ്കിൽ പാരമാർത്ഥിക സത്യമാണ്. സത്യം, സത്ത് എന്ന വാക്കിനർത്ഥം ഉള്ളത്, ഉണ്മ എന്നാണ്. സത്ത് ഉള്ളതാണ് സത്യം. ഉള്ളത് ഒരു വസ്തു മാത്രമേ ഉള്ളൂ, ഈശ്വരൻ മാത്രമേ ഉള്ളൂ. സത്യം ഈശ്വരനേ ഉള്ളൂ, സത്യസ്വരൂപനാണ് ഈശ്വരൻ, സത്യമാണ് ഈശ്വരൻ എന്നൊക്കെ എല്ലാവരും നാനാജാതി മതസ്ഥരും വിശ്വസിക്കുന്ന ഒരു തത്വമാണ്. വേദം അവിടെയാണ് തുടങ്ങുക. സത്തായതാണ് സത്യം, അതൊന്ന് അന്വേഷിക്കാൻ പുറപ്പെടുകയാണ്. അങ്ങനെ അന്വേഷിക്കാൻ പുറപ്പെടുമ്പോൾ സത്യം പലതുണ്ട്. വ്യാവഹാരിക സത്യമുണ്ട്, ആപേക്ഷിക സത്യമുണ്ട്, ആത്യന്തിക സത്യമുണ്ട്. വ്യാവഹാരികം വ്യവഹാരത്തിൽ മാത്രമേ ഉള്ളൂ. കുതിരക്കൊമ്പ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവഹാരം മാത്രമേ ഉള്ളൂ. കുതിരക്കൊമ്പ് കൊണ്ട് കൊടുക്കാൻ ആർക്കും പറ്റില്ല, അങ്ങനെ സാധനമില്ല, പക്ഷെ വാക്കുണ്ട്. അപ്പൊ വ്യവഹാരത്തിൽ മാത്രമേ ഉള്ളൂ നിലനിൽപ്പ്. ഇനിയും മരുമരീചിക പോലെ ആപേക്ഷികമാണ്, അവിടെ എത്തുമ്പോഴറിയും ഇതില്ലാത്തതാണ്, അതുവരെ ഉണ്ട് എന്ന് വിചാരിച്ചു. ഇങ്ങനെ കുറെ സത്യങ്ങൾ, ശാസ്ത്ര സത്യങ്ങളൊക്കെ അങ്ങനെയാണ്. മറ്റൊന്ന് കണ്ടെത്തുന്നവരെ ഇത് നിലനിൽക്കും മാത്രമേ ഉള്ളൂ, വേറൊന്ന് കണ്ടെത്തിയാൽ ഇത് പോകും. അതേസമയത്ത് ആത്യന്തികമായ സത്യം, പാരമാർത്ഥിക സത്യം അതൊന്നേ ഉള്ളൂ. അതിനെക്കുറിച്ചാണ് വേദം അന്വേഷിച്ച് കണ്ടെത്താൻ വേണ്ടി ആരംഭിച്ചത്. അപ്പൊ ഈ സത്യത്തെ കണ്ടെത്തലാണ്, ഈ സത്യം എന്താ നമ്മളെ അറിയിക്കലാണ്. വേദ്യത്തെ അനേന ഇതി വേദ്യ ഇതി വേദ. ഇതുകൊണ്ട് അറിയിക്കപ്പെടുന്നു ആ സത്യം എന്താണ് എന്ന്. വിദന്തി അസ്മിൻ ധർമാഹ ഇതി വേദ. ഇതിൽ ധർമ്മങ്ങൾ വിദന്തി പറയപ്പെടുന്നു. മനുഷ്യ ജീവിതത്തിന്റെ ധർമ്മങ്ങൾ മുഴുവനും വേദത്തിൽ പറയപ്പെടുന്നു. ഇങ്ങനെ പല പല നിർവചനം നോക്കിയാൽ വേദം ജീവിതഗന്ധിയാണ്, സത്യം അന്വേഷിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടാണ്. ഈ അന്വേഷണത്തിൽ അവർ 3 വിഷയങ്ങളാണ് തിരഞ്ഞെടുത്തത്: ജഗത്ത്, മനുഷ്യൻ, ഈശ്വരൻ. ജഗത്ത് എന്ന് പറയുന്നത് ഈ പ്രപഞ്ചം തന്നെയാണ്, പ്രപഞ്ചഘടനയാണ്. അതിലുള്ള ജീവജാലങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടമാണ് മനുഷ്യൻ. അതുകൊണ്ട് മനുഷ്യനെ കുറിച്ച് പഠിച്ചു. ഇനിയും അതിൻ്റെ മുകളിലുള്ള ഈശ്വര സത്യം, സത്യമെന്ന ഈശ്വരനെ കുറിച്ച് പഠിച്ചു. ഇത് 3മാണ് അവരുടെ അന്വേഷണ വിഷയമായത്: ജഗത്ത്, മനുഷ്യൻ, ഈശ്വരൻ. അതിൽ കൂടി അവര് കണ്ടെത്തിയ വഴികൾ മുഴുവനും വേദങ്ങളിലൂടെ കാണിച്ചു തരികയാണ്. ഒരു കാലഘട്ടത്തിൽ ലോകമെമ്പാടും, ഭാരതത്തിൽ മാത്രമല്ല, ഒറ്റ മതമേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ വേണമെങ്കിൽ വൈദിക മതം എന്ന് വിളിക്കാം. പിൽക്കാലത്ത് ഹിന്ദുമതമായി പരിണമിച്ചാണ്.
ലോകമെമ്പാടും നിറഞ്ഞു നിന്ന വൈദിക മതം പിൽക്കാലത്ത് അജനാഭ വർഷത്തിലേക്ക് ഒതുങ്ങി. അത് പിന്നീട് ഭാരതവർഷമായി പരിണമിച്ചു. അങ്ങനെയാണ് അത് പിൽക്കാലത്ത് ഭാരതത്തിൽ മാത്രമായത്. ഇത് വിഭാവന ചെയ്യുമ്പോൾ ഋഷിമാരുടെ സങ്കല്പം പ്രപഞ്ചം മുഴുവനാണ്, ലോകം മുഴുവനാണ്. അത് നമുക്ക് പല മന്ത്രങ്ങളിലും കാണാൻ പറ്റും. അപ്പൊ ഇത് ഈ വൈദിക മതം വാസ്തവത്തിൽ ആരും കണ്ടുപിടിച്ചതോ പേരിട്ടതോ ഒന്നുമല്ല. സനാതനമായ ഒരു ജീവിത ശൈലിയാണ് ഹിന്ദുമതം. സനാതനം എന്ന വാക്കിന്റെ അർത്ഥം എന്നും നിലനിൽക്കുന്ന, ഫന എന്ന വാക്കിന്റെ അർത്ഥം ഒരിക്കലും നശിക്കാത്തത്. അതുകൊണ്ടാണ് ബ്രഹ്മാവിന്റെ ആദ്യത്തെ 4 പുത്രന്മാർക്ക് ഫനകാദികൾ എന്ന് പേരിട്ടു. ഫനകൻ, ഫനന്ദൻ, ഫനാദൻ, ഫനകുമാൻ. 4 പേരുടെയും പേരിന്റെ ആദ്യം ഫന എന്ന് ചേർത്തതാണ്. അവരെ അനശ്വരരാണ്. കൽപ്പാന്ത പ്രളയത്തിൽ പോലും അവർ നശിക്കാതെ നിലനിൽക്കും. അതുകൊണ്ട് ഇവിടെ തനം എന്ന് വെച്ചാൽ ഉള്ളതേത്, ഫനാതനം എന്നും ഉള്ളത്, എന്നും ഉള്ളത്, ഒരിക്കലും നശിക്കാത്ത ത്രികാല അബാധ്യം എന്ന് പറയാം. 3 കാലങ്ങളെയും ബാധിക്കാത്ത, ഭൂതകാലം, വർത്തമാനകാലം, ഭാവികാലം, 3 കാലത്തിലും ഇല്ലാതാകാത്തതാണ്. 3 കാലത്ത് നിലനിൽക്കുന്നത് എന്തോ അതാണ് വാസ്തവത്തിൽ വൈദിക മതം, അല്ലെങ്കിൽ സനാതന മതം, സനാതന ധർമ്മം. അതാണ്. ഇതാണ് വേദം എപ്പോഴും നമ്മുടെ മുമ്പിൽ ഉദ്ഘോഷിക്കുന്നത്. വേദത്തിന്റെ ഒറ്റ സന്ദേശമേ ഉള്ളൂ, ലോകാഹ സമസ്ത സുഖിനോ ഭവന്തി. എല്ലാ ലോകങ്ങളിലുള്ളവർക്കും, ലോകങ്ങളിലുള്ള സമസ്ത ജീവജാലങ്ങൾക്കും എപ്പോഴും ആത്മാനന്ദപ്രദ സുഖം ഉണ്ടാവട്ടെ. ഇത് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ വേദങ്ങൾ ആദ്യം മുതലേ പ്രയത്നിച്ചു കൊണ്ടിരിക്കുന്നത്. ഭാരതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഈ വൈദിക സംസ്കൃതിയിലെ പാഠങ്ങൾ, സംഹിതകൾ, മന്ത്രങ്ങൾ അതാരും എഴുതിയുണ്ടാക്കി തന്നതല്ല. അത് ഈ പ്രപഞ്ചത്തിൽ തന്നെയുള്ള ശബ്ദധോരണികളെ തപസ്സിലൂടെ ഋഷിമാർ കണ്ടെത്തിയതാണ്. മന്ത്രദ്രഷ്ടാരോ ഋഷയഃ നതു മന്ത്രഭ്രഷ്ടാരഃ. ഋഷിമാർ മന്ത്രദ്രഷ്ടാക്കളാണ്, സൃഷ്ടാക്കളല്ല. അവര് മന്ത്രം കണ്ടെത്തിയവരാണ്. മുമ്പുണ്ടായിരുന്ന ഈ മന്ത്രങ്ങൾ തന്നെ ഇവർ ചെന്ന് കണ്ടെത്തി നമ്മെ ബോധ്യപ്പെടുത്തിയത് കൊണ്ടാണ് ഇതിനെ മന്ത്രങ്ങളെന്നും എക്കാലവും നിലനിൽക്കുന്നതെന്നും മന്ത്രദ്രഷ്ടാക്കളാണ് ഋഷിമാർ എന്നൊക്കെ പറയാൻ കാരണം അതുകൊണ്ട് തന്നെയാണ്. ഇനിയും വേദം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നായ വേദത്തെ 4ആയിട്ട് പകുത്തത് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ്. ഇന്ന് നമുക്ക് മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറയാം. സയൻസ് പഠിക്കുന്നത് 4 വിഭാഗത്തിലൂടെയാണ്: കെമിസ്ട്രി, ഫിസിക്സ്, ബയോളജി, സുവോളജി. ഇത് 4 എന്തുതന്നെയാണ് സയൻസ്. ഫിസിക്സിലെ വിഷയങ്ങൾ എവിടെ വരും? കെമിസ്ട്രി വരും, കെമിസ്ട്രിയിലെ ഫിസിക്സിൽ വരും. ഈ 4 വിഷയങ്ങൾ പരസ്പരം കൂടിച്ചേർന്നേ വരുള്ളൂ. കാരണം ഒന്നായിരുന്നു സയൻസ്. അതിനെ വിഭജിച്ചപ്പോൾ ഇങ്ങനെ ഒരു വിഭാഗം ഉണ്ടാക്കിയത് മാത്രമേ ഉള്ളൂ. ഇതുപോലെയാണ് വേദത്തെ 4ആയിട്ട് പകുത്ത് 4 ഋഷിമാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഋഗ്വേദം പൈലൻ എന്ന ഋഷിയും, യജുർവേദം വൈശമ്പായനും, സാമവേദം ജൈമിനിക്കും, അഥർവവേദം സുമന്തുവിനും. ഇങ്ങനെ 4 ഋഷിമാരുടെ കയ്യിലാക്കി അതിനെ പ്രചരിപ്പിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. ഈ 4 വേദങ്ങൾ മനുഷ്യജീവിതത്തിലേക്ക് എന്ത് ചെയ്യുന്നു വെച്ചാൽ, മനുഷ്യജീവിതത്തിലേക്ക് പ്രധാനപ്പെട്ട 4 സന്ദേശങ്ങൾ നൽകുന്നു. ഋഗ്വേദം ജ്ഞാനാത്മകമാണ്, യജുർവേദം കർമാത്മകമാണ്, സാമവേദം ആനന്ദാത്മകമാണ്, അഥർവവേദം സംരക്ഷണ പ്രധാനമാണ്. ഈ 4 സന്ദേശമാണ്. 1 ജ്ഞാനം അല്ലെങ്കിൽ അറിവ്, 2 കർമ്മം, 3 ആനന്ദം, 4 സംരക്ഷണം. ഇത് 4ഉം മനുഷ്യന് എന്നും വേണ്ടതാണ്. കേരളത്തിലും ഭാരതത്തിന് മാത്രമുള്ള മനുഷ്യർക്കല്ല, ലോകമെമ്പാടുള്ള മനുഷ്യർക്ക് അറിവ് വേണം. അറിഞ്ഞുകൊണ്ടേ ജീവിക്കാൻ പറ്റുള്ളൂ. ജനിച്ചു വീഴുമ്പോൾ മുതൽ ഈ അറിവ് നമ്മൾ നേടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയിൽ നിന്ന്, അച്ഛനിൽ നിന്ന്, ഗുരുക്കന്മാരിൽ നിന്ന്, നമ്മുടെ ചുറ്റും കാണുന്ന പ്രകൃതിയിൽ നിന്ന് എത്ര തരത്തിലുള്ള അറിവുകൾ. ഇതെല്ലാം അറിവുകളാണ്. ഇതെല്ലാം നേടിക്കൊണ്ടേ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റും.
ഈ അറിവുണ്ടെങ്കിൽ മാത്രമേ കർമ്മം ചെയ്യാൻ പറ്റൂ. അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യുന്ന വിദ്വാൻ യജത്തെ എന്ന് വേദം പറയും. അറിഞ്ഞിട്ട് വേണം യജിക്കാൻ അല്ലെങ്കിൽ കർമ്മം ചെയ്യാൻ. ഈ കർമ്മവും മനുഷ്യന് അനിവാര്യമാണ്. എന്തിനാണ് കർമ്മം ചെയ്യുന്നത്? സുഖമുണ്ടാവാൻ, ആനന്ദ അനുഭവത്തിനാണ്. ഈ 3 വിഷയങ്ങൾ ആണ് വേദത്തിന്റെ 3 വിഷയങ്ങൾ. അതുകൊണ്ട് വേദത്രയീ എന്നൊക്കെ വേദത്തെ പറയുവായിരുന്നു. ഈ 3 പ്രധാനം: ജ്ഞാനം, കർമ്മം, ആനന്ദം. ഇനി ഈ 3നെയും സംരക്ഷിക്കലാണ് അഥർവവേദത്തിന്റെ വിഷയം. ജ്ഞാനം ഇവിടെ നിലനിൽക്കണം, സംരക്ഷിക്കണം. കർമ്മം നിലനിൽക്കണം, സംരക്ഷിക്കണം. ആനന്ദം നിലനിൽക്കണം, അതിനെ സംരക്ഷിക്കണം. അങ്ങനെ സംരക്ഷണ പ്രധാനമാണ് അഥർവവേദം. ഇങ്ങനെയാണ് 4 വേദം നമ്മുടെ നിത്യജീവിതത്തിലേക്ക് ഇറങ്ങി വരാൻ കാരണമായത്. ഇനിയും ഈ 4 വേദത്തിലെ വിഷയങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും ഇത് എന്ത് സംഭാവനയാണ് ജീവിതത്തിലേക്ക് നൽകുന്നത്. ഈ അറിവ് എന്നുള്ളത് 2 തരത്തിലാണ്. ജ്ഞാനമെന്നും വിജ്ഞാനമെന്നും 2 വിധത്തിൽ പറയാം. വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൗതികമായ അറിവ്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ സത്യത്തെക്കുറിച്ച്, ഈശ്വരനെ കുറിച്ചുള്ള അറിവ്. മോക്ഷേ ധീർ ജ്ഞാനം അന്യത് സർവം വിജ്ഞാനം എന്ന് അമരകോശം പറയും. ഈശ്വരോന്മുഖമായ അറിവിനാണ് ജ്ഞാനം, ബാക്കിയൊക്കെ വിജ്ഞാനങ്ങളാണ്. അപ്പൊ ആദ്യം നമുക്ക് വിജ്ഞാനം വേണം. വിജ്ഞാനത്തെ ജ്ഞാനമാക്കി മാറ്റണം. ഏത് വിജ്ഞാനവും നേടണം. ആ വിജ്ഞാനങ്ങൾ ഭൗതികമായ എല്ലാ അറിവും വേണം. ആ അറിവ് അവിടെ നിലനിൽക്കരുത്. അതിനെ മുകളിലേക്ക് ഉയർത്തി ജ്ഞാനമാക്കി പരിണമിപ്പിച്ച് ഈശ്വരോന്മുഖമാക്കി മാറ്റണം. ഭാരതത്തിലെ സമസ്ത അറിവുകളും ഈശ്വരനിലേക്ക് എത്തതാണ്. അതുകൊണ്ടാണ് അതിന് വിദ്യ എന്ന് പേര് കൊടുത്തത്. വിദ് ധാതുവിന്റെ അർത്ഥം അറിവ്. അതിൽ നിന്നാണ് വേദം എന്ന വാക്കുണ്ടായത്. വ്യ എന്ന ധാതുവിന്റെ അർത്ഥം പ്രാപിക്കുക. അറിഞ്ഞ് എത്തിച്ചേരുന്നതാണ് വിദ്യ. അറിഞ്ഞ് പ്രാപിക്കുന്നതാണ് വിദ്യ. അപ്പം ഏത് വിജ്ഞാനവും ഈശ്വരനെ അന്വേഷിക്കലായി, അറിയലായി കലാശിക്കുമ്പോൾ അത് ജ്ഞാനമായി മാറും. അങ്ങനെ ഋഗ്വേദം ആദ്യം പഠിക്കുന്ന മുഴുവൻ ഭൗതികമായ വിജ്ഞാനത്തെക്കുറിച്ചാണ്. ഈ വിജ്ഞാനം മുഴുവൻ ആ വേദം തന്നെ ജ്ഞാനമാക്കി മാറ്റും. ഓരോ സന്ദർഭത്തിൽ 10,500-ലേറെ മന്ത്രങ്ങളാണ് ഋഗ്വേദത്തിലുള്ളത്. ഈ 4 വേദങ്ങൾ എന്താണ് ജീവിതോപയോഗി എന്ന് പറയാൻ ഒരു 10-20 മണിക്കൂർ എടുത്താലും ഒന്നും ആവില്ല. അതാണ് 1 മണിക്കൂർ എടുത്തത്. ഞാൻ 8 മണിക്ക് നിർത്താൻ, 8 മണിക്ക് വേറെ ക്ലാസ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നു. 7 മുതൽ 8 വരെ 1 മണിക്കൂറാണ്. പക്ഷെ നമ്മൾ തുടങ്ങിയപ്പോൾ 7:15, 7:20 ആയി. പിന്നെ ഞാൻ വളരെ ചുരുക്കി വിഷയം ഒന്ന് അവതരിപ്പിക്കുന്നു മാത്രമേ ഉള്ളൂ. എല്ലാം വിസ്തരിച്ച് പറയാനുള്ള സമയം നമുക്ക് കിട്ടില്ല. അപ്പൊ ഈ 500-ലേറെ മന്ത്രങ്ങളിൽ പറഞ്ഞിരിക്കുന്നത് മുഴുവൻ പരിചയപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട് ഞാൻ സ്ഥാലീപുരാഗ ന്യായം എന്നൊരു ന്യായമുണ്ട്. ഒരു കലത്തിനകത്ത് കുറെ അരി ഇട്ടു. അരി അത് തിളച്ച് വെന്ത് മുകളിലേക്ക് വരുമ്പോൾ അതിൽ നിന്ന് ഒരു ചോറെടുത്ത് വെന്തോ നോക്കും. ആ ഒരു ചോറ് വെന്തെങ്കിൽ ആ കലത്തിൽ കിടക്കുന്ന ബാക്കി ചോറൊക്കെ വെന്തിരിക്കും. അതിന്റെ പേര് സ്ഥാലീപുരാഗ ന്യായം. ഓരോ ചോറും എടുത്ത് ഞെക്കി നോക്കിയിട്ടല്ല അരി വാർക്കുന്നത്. അതുപോലെ ഞാനും ഇതിനകത്തു നിന്ന് ഒരു വറ്റ് മാത്രം എടുത്ത് ഞെക്കി നിങ്ങളെ കാണിക്കാം, ഇത് വെന്തിട്ടുണ്ട്, ഇതാണ്, അത്ര മാത്രമേ ഇതിന് നമുക്ക് പറ്റുള്ളൂ എന്ന് ഞാൻ ആദ്യം ഒരു സൂചന കൊടുക്കുന്നു മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഋഗ്വേദം ഭൗതികമായ ഈ പ്രപഞ്ചത്തെ, ഭൗതികം എന്ന, അതായത് ഈ പ്രപഞ്ചത്തിലെ പദാർത്ഥങ്ങളെ കുറിച്ച് മുഴുവൻ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് വിജ്ഞാനം മുഴുവൻ കിട്ടുകയുള്ളൂ. പ്രപഞ്ചത്തിൽ ഏതൊക്കെ പദാർത്ഥങ്ങളുണ്ടോ അത് മുഴുവൻ പഠിക്കണം. എത്ര കാലം പിടിക്കും ഇതെല്ലാം പഠിച്ചു വരാൻ? അതുകൊണ്ട് സാമാന്യ ഏറ്റവും അധികം മന്ത്രങ്ങളുള്ള വേദമാണ് ഋഗ്വേദം. അതുകൊണ്ട് ഇവർ ഇതിനെ മുഴുവൻ ഒന്ന് കാറ്റഗറൈസ് ചെയ്തു 5 ആയിട്ട്. പഞ്ചഭൂതങ്ങൾ, പ്രപഞ്ചത്തിലുള്ള പദാർത്ഥങ്ങളെ മുഴുവൻ 5-ൽ ഉൾപ്പെടുന്നതാണ്. ഈ പഞ്ചഭൂതങ്ങൾ നമ്മൾ കേട്ട് പരിചയമുള്ളതാണ്. പൃഥ്വി, അപ്പ്, തേജസ്, വായു, ആകാശം. പൃഥ്വി അല്ലെങ്കിൽ ഭൂമി, അപ്പ് അല്ലെങ്കിൽ വെള്ളം,
തേജസ് അല്ലെങ്കിൽ അഗ്നി, വായു, ആകാശം. ഈ അഞ്ചിലകപ്പെടും. ഇവയ്ക്ക് പഞ്ചഭൂതങ്ങൾ എന്നാണ് പേര്. ഭൂതത്തെ സംബന്ധിക്കുന്നതുകൊണ്ടാണ് ഭൗതികം എന്ന വാക്കുണ്ടായി. ഭൗതികമായ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ ഭൂതങ്ങളെ സംബന്ധിച്ച വിജ്ഞാനമാണ്. ഭൂതത്തിൽ നിന്നേ ഭൗതികം എന്ന വാക്കുണ്ടാക്കാൻ പറ്റുമോ? ഭൂതം എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കുന്ന ഭൂതമല്ല, എന്താണ്, പഞ്ചഭൂതങ്ങൾക്ക് കൊടുക്കുന്ന പേരാണ് ഭൂതം എന്ന്. അതുകൊണ്ട് ഭൗതികമായ വിജ്ഞാനം എന്ന് വെച്ചാൽ പഞ്ചഭൂതങ്ങളെ കുറിച്ചുള്ള അറിവാണ്. ഇതാണ് വേദം നമുക്ക് ആദ്യം തന്നത്. ഈ പഞ്ചഭൂതങ്ങളിൽ ആദ്യത്തേത് വേദം ഉപയോഗിക്കുന്നത് അഗ്നിയെക്കുറിച്ചാണ്. ഋഗ്വേദം ആരംഭിക്കുന്നത് അഗ്നിമീളേ പുരോഹിതം യജ്ഞസ്യ ദേവം ഋത്വിജം ഗോതാരം രത്നധാതമം എന്ന ഒരു മന്ത്രം കൊണ്ടാണ്. എല്ലാവർക്കും കേട്ട് ധാരാളം പേരുടെ മന്ത്രമാണ്. ഇതൊന്നേ നമുക്കറിയൂ, അധികം ബാക്കി നമ്മളിലേക്ക് പോകാത്തത് അറിയില്ല. അഗ്നിം ഈളേ, അഗ്നിയെ സ്തുതിക്കുന്നു. എങ്ങനെയുള്ള അഗ്നി? പുരോഹിതം അഗ്നിം, പുരോഹിതനായ അഗ്നി. ഇവിടെ പുരോഹിതൻ എന്ന് കേട്ടാൽ നമ്മുടെ മനസ്സിലും ഉള്ളിലും ഓടിയെത്തുന്നത് ഏതെങ്കിലും വൈദികമായ കർമ്മം അനുഷ്ഠിക്കുന്നവർ, ക്ഷേത്ര പൂജാരികൾ, തന്ത്രിമാർ, അല്ലെങ്കിൽ പള്ളിയിലെ പുരോഹിതന്മാർ, ഇങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള പുരോഹിതന്മാരെയാണ് നമ്മുടെ ഇവിടെ എത്തുന്നത്. പക്ഷേ വേദത്തിന്റെ അർത്ഥം അതല്ല. പുരഹ എന്ന വാക്കിന്റെ അർത്ഥം മുമ്പിൽ എന്നാണ്. ഹിതഹ എന്ന വാക്കിന്റെ അർത്ഥം സ്ഥിതി ചെയ്യുക. അപ്പൊ പുരോഹിതൻ എന്ന് വെച്ചാൽ മുമ്പിൽ നിൽക്കുന്നവൻ എന്നോട്. മുമ്പിൽ നിൽക്കുന്നവനാണ് അഗ്നി. പുരോഹിതം അഗ്നിം കീഴേ. എവിടെ മുമ്പിൽ നിൽക്കുന്നവൻ? ഈ പ്രപഞ്ചത്തിലെല്ലായിടും സകല ജീവജാലങ്ങളുടെയും ഉള്ളിൽ മുമ്പിൽ നിൽക്കുന്നത് അഗ്നിയാണ്. ഓരോ മനുഷ്യനടുത്തുള്ളൂ മനുഷ്യന്റെ ഉള്ളിൽ ഉള്ള പഞ്ചഭൂത ഘടകങ്ങൾ ഏറ്റവും മുമ്പിൽ നിൽക്കുന്നത് അഗ്നിയാണ്. അഗ്നി കുറഞ്ഞാൽ, അഗ്നി കെട്ടില്ലാണ്ടായാൽ നമ്മൾ നശിക്കും. ഇതിന് യാതൊരു സംശയമില്ല. കാരണം ശരീരം ചൂട് കുറഞ്ഞ് തണുത്ത് പോയാൽ പിന്നെ മരിച്ചത്. അപ്പൊ ശരീരത്തെ നിലനിർത്തുന്നത് ഈ ചൂടാണ്, ഈ താപമാണ്, ഈ അഗ്നിയാണ്. കഴിക്കുന്ന ഭക്ഷണത്തെ ദഹിപ്പിക്കുന്നത് അഗ്നിയാണ്. ദഹിപ്പിക്കാൻ എന്താ അർത്ഥം? കത്തിച്ചു കളയാം. ആ ജോലിയാണ് ആര് ചെയ്യുന്നത്? അഗ്നി ചെയ്യുന്നത്. നമ്മൾ മാത്രമല്ല, പ്രപഞ്ചത്തിലെ സമസ്ത ജീവജാലങ്ങളും ചരാചരങ്ങൾ, കല്ലിലും മണ്ണിലും ഒക്കെ ആരുണ്ട്? അഗ്നിയുണ്ട്. അഗ്നിയുടെ സാന്നിധ്യം ഇവിടെ താഴെ എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. ഇനി മുകളിലേക്ക് കടന്നാൽ അന്തരീക്ഷത്തിൽ അഗ്നിയുണ്ട്, മിന്നലായി. അതിൻ്റെ മുകൾ ആകാശത്തിന്റെ അപ്പുറത്ത് കടന്നാൽ നക്ഷത്രങ്ങളായി, ഖഗോളങ്ങളായി ഒക്കെ അഗ്നി ഉണ്ട്. അഗ്നിയുടെ സാന്നിധ്യമില്ലാതെ ഈ പ്രപഞ്ചം ഒരിടത്തുമില്ല. നിറഞ്ഞു നിൽക്കുന്ന, മുമ്പിൽ നിൽക്കുന്നത് അഗ്നിയാണ്. ഈ അഗ്നിയെക്കുറിച്ചാണ് ഇവർ പഠിക്കുന്നത്. ഈ അഗ്നി കേരളത്തിലോ ഭാരതത്തിലോ ഉള്ളവർക്ക് മാത്രം ഉള്ളതല്ല, ലോകത്തിലുള്ള എല്ലാവർക്കും അഗ്നി വേണം. ഋഗ്വേദം, അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ലോകത്തിന് നൽകിയ വേദമാണ്, ലോകത്തിന് നൽകിയ അറിവാണ്. ലോകത്തിലുള്ള എല്ലാ ജനങ്ങൾക്കും അഗ്നി വേണം. അതുകൊണ്ട് അഗ്നിയെക്കുറിച്ചാണ് പഠിക്കാൻ പുറപ്പെട്ടത്. അഗ്നിയെക്കുറിച്ച് വിസ്തരിച്ച് പഠിക്കുകയായി. യജ്ഞസ്യ ദേവം ഋത്വിജം, ഋത്വിക്കായ യജ്ഞദേവനെ ആയ അഗ്നിയെ ഞങ്ങൾ സ്തുതിക്കുന്നു. ഋത്വിക്ക് എന്ന വാക്കിന്റെ അർത്ഥം ഋതുക്കൾ തോറും യജിക്കുന്നവൻ എന്ന ഋത്വിക്. ഓരോ ഋതുക്കളും ഈ അഗ്നിയെ ഇവിടെ ആരാധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഗ്നിയിലൂടെയാണ് ഈ ആരാധന നടക്കുന്നത്. ഋതുഭേദങ്ങൾ അഗ്നി കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഈ പ്രപഞ്ചത്തിലെ ഉഷ്ണസ്ഥിതിയുടെ ഏറ്റക്കുറച്ചിലുകളാണ് ഇവിടെ നമുക്ക് ശരിക്കും ഋതുഭേദങ്ങൾ ഉണ്ടാകാൻ കാരണം. അത് കൃത്യമല്ലാണ്ടായാൽ ഋതുക്കൾ കൃത്യമല്ലാണ്ടാകും. ഓരോ ഋതുക്കളും ഈ പ്രകൃതിയിൽ നിന്ന് അഗ്നിയെ ആരാധിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഋത്വിജനായ അഗ്നിയെ, ഹോതാവായ അഗ്നിയെ എല്ലാവരും ഈ അഗ്നി കൊണ്ടാണ് കർമ്മം ചെയ്യുന്നത്. ഹോതാക്കൾ യജ്ഞം ചെയ്യുന്നവരാണ്, അവർ കർമ്മികളാണ്. അപ്പൊ ഹോതാക്കൾ എന്ന് വെച്ചാൽ അർത്ഥം കർമ്മം ചെയ്യുന്നവർ. നമ്മളൊക്കെ കർമ്മം ചെയ്യുന്നത് അമലുള്ള അഗ്നിയുടെ ശക്തി കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. രത്നധാതമമാണ്, രത്നത്തെ വിളയിച്ചെടുക്കലാണ്. രത്നം
ഭൗതികമായ സമ്പത്താണ്. മനുഷ്യ ജീവിതത്തിന് വേണ്ട ഭൗതികമായ സമ്പത്ത് മുഴുവൻ ഉണ്ടാക്കി തരുന്നത് ഈ അഗ്നി. ഒരൊറ്റ സൂക്തമാണ്. ഇങ്ങനെ 10,500 സൂക്തങ്ങളിൽ കൂടി ഒന്ന് സഞ്ചരിച്ച് പുറപ്പെട്ടാൽ മനുഷ്യ ജീവിതത്തിന്റെ ഓരോ വശങ്ങളിലേക്കും ഇറങ്ങി നിന്ന് ഇത് ആവശ്യമില്ലാത്തതല്ല, നമുക്ക് നിത്യജീവിതത്തിൽ വേണ്ടതാണ്. ഇത് മാത്രമല്ല, അഗ്നിയെക്കുറിച്ച് നിഷ്കൃഷ്ടമായിട്ട് പഠിക്കുകയാണ് ശാസ്ത്രീയമായിട്ട്. അഗ്നിയുടെ ഉൽപ്പത്തി എങ്ങനെയാണ് മുതൽ ഭൂമിയിൽ എങ്ങനെ അഗ്നി ഉണ്ടാക്കിയെടുക്കാം. അരണിക്കമ്പുകൾ, 2 കമ്പുകൾ തമ്മിൽ കൂട്ടി ഉരസിയാൽ അതിൽ നിന്നുണ്ടാകുന്ന ഒരു ചെറിയ തീപ്പൊരിയുടെ ലാഞ്ചന മതി, അതിൽ നിന്നുമാണ് അഗ്നി ഉണ്ടാക്കിയെടുക്കുക. ആ അഗ്നി ഇന്ധനത്തിൽ കൂടി വളർന്ന് വികസിച്ച് ഈ പ്രപഞ്ചത്തിൽ നിറഞ്ഞു നിൽക്കും. ഏത് ഇന്ധനമാണോ ആ ഇന്ധനമാണ് അഗ്നിയുടെ ആകൃതി. അഗ്നിക്ക് ആകൃതി ഒന്നുമില്ല. അതുകൊണ്ടാണ് ഈശ്വരൻ ആകൃതി ഇല്ലാത്തവനാണ്. പക്ഷേ ഈ പ്രപഞ്ചത്തിൽ എത്ര ആകൃതികളുണ്ടോ അതൊക്കെ ഈശ്വരൻ്റെയാണ്. എത്ര ഇന്ധനങ്ങളുണ്ടോ അതൊക്കെ അഗ്നിയുടെ ആകൃതിയാണ്. അഗ്നി ആണ് ഇവയെല്ലാം നിറച്ചു വയ്ക്കാൻ കാരണം. അങ്ങനെയുള്ള അഗ്നി കത്തിക്കാളി വരുമ്പോൾ അതിന് ജ്വാലകളുണ്ട്. ആ ജ്വാലകളെ ഋഷിമാർ 7ആയിട്ട് തിരിച്ചിട്ടുണ്ട്. 7 ജ്വാലകളാണ് അഗ്നിക്കുള്ളതെന്ന് എണ്ണാൻ ആർക്ക് പറ്റുമോ. ഈ ഓരോ ജ്വാലകളിലുള്ള വർണ്ണവ്യത്യാസം പറയും. ചിലത് ചുവപ്പ്, ചിലത് പച്ച, ചിലത് കറുപ്പ്, ചിലത് നീല, ചിലത് ഓറഞ്ച്. ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഇനിയും ഓരോ ജ്വാലയ്ക്കുമുള്ള ദൈർഘ്യ വ്യത്യാസം, ചിലത് ചെറുതാണ്, ചിലത് വലുതാണ്. ഇതൊക്കെ നമ്മൾ കാണാറുള്ളതാണ്. പക്ഷെ ഋഷിമാർ അതിനെക്കുറിച്ച് പഠിച്ചു. എന്ന് മാത്രമല്ല, അവയുടെ താപന ശക്തി, ചൂട് തരാനുള്ള കഴിവ് അഗ്നിയുടെ ചില ജ്വാലകൾക്ക് നല്ല ചൂട് തരാൻ പറ്റും, ചിലതിന് താപന ശക്തി കുറവാണ്. അതുകൊണ്ടാണ് ഹോമം കഴിക്കാൻ അഗ്നിയുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ അഗ്നിയുടെ നേരെ മുമ്പിൽ കിഴക്ക് ഭാഗത്ത് തിരിഞ്ഞിരുന്നു കഴിഞ്ഞാൽ അവിടെയുള്ള ജ്വാലയ്ക്ക് ചൂട് കുറവാണ്, നേരെ എതിർ ദിശയിലാണെങ്കിൽ ചൂട് കൂടുതലാണ്. ഇത് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ചിന്തിക്കാറില്ല. ഋഷിമാരതാണ് പഠിച്ചത്. അതാണ് ഏറ്റവും വലിയ സയന്റിസ്റ്റുകളാണ് അവർ. അവർക്ക് പക്ഷേ ഒരു സയന്റിഫിക് ഉപകരണങ്ങളും ഇല്ല, തപസ് മാത്രമേ അതിൽ കൂടി കണ്ടെത്തുക. ഇനിയും ഇവയുടെ പ്രകാശശക്തിയുള്ള വ്യത്യാസം. ഓരോ ജ്വാലയ്ക്കും അതിന്റെ പ്രകാശം വമിപ്പിക്കുന്നതിന് വ്യത്യസ്തതയുണ്ട്. എത്ര ദൂരം പ്രകാശം വമിപ്പിക്കാൻ കഴിയും ഓരോ ജ്വാലയ്ക്കുമെന്ന് കണ്ടുപിടിച്ച് രേഖപ്പെടുത്തി വെച്ചിരിക്കുകയാണ്. ആധുനിക ശാസ്ത്രം അമ്പരം നിൽക്കുന്നിടത്താണ് ഋഗ്വേദത്തിന്റെ തുടക്കം. ഇങ്ങനെ പോയാൽ ധാരാളം അഗ്നിയെക്കുറിച്ച് പറയാനുണ്ട്. നിത്യജീവിതത്തിൽ ഉപയോഗമുള്ളതാണ്. 2-മത്തെ ജലമാണ്. ജലം നിത്യജീവിതത്തിൽ അനിവാര്യമാണ്. അഗ്നിയെ പോലെ തന്നെയാണ് ജലം. ജലമില്ലാതെ മനുഷ്യന് ജീവിക്കാനേ പറ്റില്ല. 2 ദിവസവും 3 ദിവസവും 4 ദിവസമൊക്കെ വെള്ളമില്ലാതെ കഴിയാൻ പിന്നെ പറ്റില്ല. അഗ്നി കഴിഞ്ഞാൽ 2-മത്തെ സ്ഥാനം ജലത്തിനാണ്. ജലം ഉണ്ടാക്കിയെടുക്കാനുള്ള 5 സ്രോതസ്സുകളെ കുറിച്ച് പറയും. ഒന്ന് ദിവ്യം. ദിവ്യം എന്ന് വെച്ചാൽ ദ്യോവിൽ നിന്നും വരുന്നത്, ആകാശത്തിൽ വരുന്നത്. 2-മത്തേത് അതാണ് ഉത്തമമായ ജലം, മഴയിൽ കൂടി കിട്ടുന്ന വെള്ളം. 2-മത്തെ സ്രവന്തി, നദികളിൽ കൂടി ഒഴുകുന്നതാണ്. 3-മത്തേത് ഖനിത്രം, കിണർ കുഴിച്ചുണ്ടാക്കിയെടുക്കുന്നത്. 4-മത്തേത് സ്വയജം, കുളത്തിൽ നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഊരുകളിൽ നിന്നോ ഊറ്റിയെടുക്കുന്ന വെള്ളം. ഏറ്റവും ഒടുവിലത്തെ സമുദ്രജലമാണ്. സമുദ്രജം എന്ന് 5 തരത്തിലുള്ള അതിന്റെ സ്രോതസ്സിനെ കുറിച്ച് തിരിച്ച് ഓരോ വെള്ളത്തിന്റെ മഹത്വവും മഹാത്മ്യവും പറഞ്ഞിട്ട് ഈ വെള്ളമാണ് ഭൂമിക്ക് ഊർജം കൊടുക്കുന്നത്. ഉപസ്ഥാന ഊർജേ, ഭൂമിക്ക് ഊർജം കൊടുക്കുന്നത് വെള്ളമാണ്. വെള്ളമില്ലെങ്കിൽ ഭൂമി അനൂർജിതമാണ്. ഉഷതീഹി മാതരൈവ, ഉഷതിയായ അമ്മയെ പോലെയാണ്, പാലൂട്ടുന്ന അമ്മയെ പോലെയാണ്. അമ്മ എപ്രകാരമാണോ മുലപ്പാലൂട്ടി കുട്ടികളെ വളർത്തുന്നത്, അതുപോലെയാണ് ഈ ജലം, ഈ ഭൂമി തൻ്റെ ജലമാകുന്ന മുലപ്പാൽ ഊട്ടി ഈ ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും വളർത്തിക്കൊണ്ടുവരുന്നു. ആ ആപസൂക്തത്തിലെ അല്ലെങ്കിൽ വരുണസൂക്തത്തിൽ മുമ്പ് കണ്ട ഭൗതികമായ അഗ്നിയെ അവർ ദേവതയാക്കി മാറ്റി. അപ്പൊ അഗ്നി ദേവനായി. എന്തിനാണ് ദേവതയാക്കിയത്? സംരക്ഷിക്കാൻ വേണ്ടി, ദുരുപയോഗം ചെയ്യാതിരിക്കാൻ വേണ്ടി, അതിനുള്ള ബഹുമാനം ഉണ്ടാവാൻ വേണ്ടി, അതിനെ ആദരിക്കാൻ വേണ്ടിയിട്ട്.
അതിനെ മലിനപ്പെടുത്താതിരിക്കാൻ വേണ്ടി ദേവതയാക്കി മാറ്റി. അപ്പൊ വിജ്ഞാനത്തെ എന്താക്കി മാറ്റി? ജ്ഞാനമാക്കി. അതേപോലെ ജലത്തെക്കുറിച്ച് നിഷ്കൃഷ്ടമായിട്ട് പഠിച്ചു. ഓരോ തരത്തിൽ മഹേ രണായ ചക്ഷഫേ, നിങ്ങൾ ഞങ്ങൾക്ക് വലിയ സന്തോഷത്തിനായിട്ട് ഭവിക്കുന്നു. നിങ്ങൾ അമ്മയെ പോലെ പാലുകൂട്ടി വളർത്തുന്നവരാണ്. ജലത്തിന് ഔഷധവീര്യമുണ്ട് എന്ന് കണ്ടുപിടിച്ചു. ആരാണ്? സോമൻ എന്നോട് പറഞ്ഞു, അപ്ഫു മേ ഫോമോ അബ്രവീത് അന്തർവിശ്വാനി ഭേഷജ. സോമൻ മേ അബ്രവീത് എന്നോട് പറഞ്ഞു, അന്തർവിശ്വാനി, ലോകത്തിന്റെ അകത്തെല്ലാം ഭേഷജം നിറച്ചു വെച്ചിട്ടുണ്ട്. ചന്ദ്രന്റെ ജോലി ഏതാ? ചന്ദ്രന്റെ രശ്മികൾ ഭൂമിയിലേക്ക് പതിയുമ്പോൾ ഭൂമിയിലുള്ള മൺതരികളിലെ, വെള്ളത്തിലെ, ചെടികളിലെ, സസ്യങ്ങളിലൊക്കെ ഔഷധവീര്യം ഉണ്ടാകും. ഇതാണ് രാത്രിയെ ചന്ദ്രൻ ചെയ്യുന്നത്. ചന്ദ്രന്റെ രശ്മികളെ കുറിച്ച് പഠിച്ച ഏറ്റവും വലിയ സയന്റിസ്റ്റുകളാണ് നമ്മുടെ ഋഷിമാർ. ഇന്ന് നമ്മൾ ആധുനിക സയൻസ് പഠിച്ചത് സൂര്യന്റെ രശ്മിയെ കുറിച്ചാണ്. അതെന്തിനാണെന്ന് സൗരസൂക്തം എന്നൊരു മന്ത്രത്തിൽ ഋഷി പറഞ്ഞിട്ടുണ്ട്. ഹരിമാണം വിദധാതേ, ചെടികൾക്ക് പച്ചിപ്പുണ്ടാക്കലാണ് സൂര്യരശ്മിയുടെ മഹത്വം എന്ന്. ഹരിമാണം വിദധാതേ, സൂര്യസൂക്തത്തിലെ വരിയാണിത്. അതേസമയത്ത് ഇവിടെ പറയുന്നത് ചന്ദ്രന്റെ രശ്മികളെ കുറിച്ച് അവർ പഠിച്ചു. ചന്ദ്രന്റെ രശ്മികൾ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് മെഡിസിനൽ വാല്യൂ ആണ്. നമ്മൾ അറിയാതെ രാത്രിയിൽ അത് ഈ ഭൂമിയിലേക്ക് വർഷിച്ച് എല്ലാ ചെടികളിലും ഔഷധം ഉണ്ടാക്കിയെടുക്കും. അനൗഷധം ന കിഞ്ചിതസ്തി, ഔഷധമല്ലാത്ത ഒരു ചെടിയും ഇവിടെയില്ല. വെള്ളം അന്ന് ഔഷധമായിരുന്നു. വരൂഥം തന്വേ മമ എന്നൊരു മന്ത്രത്തിൽ പറയും, എൻ്റെ ശരീരത്തിന് നിങ്ങൾ രോഗനിവാരകരായിട്ട് ഭവിക്കട്ടെ. ഒരു പ്രിവെന്റീവ് മെഡിസിൻ ആയിരുന്നു വെള്ളം. എന്തുകൊണ്ട്? വെള്ളത്തിൽ നിലാവ് പതിഞ്ഞാൽ മാത്രമേ ഉള്ളൂ. പണ്ടൊക്കെ വീടുണ്ടാക്കുമ്പോൾ കിണർ വീടിന്റെ അകത്താണെങ്കിൽ പോലും മുകൾ ഭാഗം തുറന്നു വയ്ക്കും. എന്തിനാണ്? ചന്ദ്രന്റെ നിലാവ് വെള്ളത്തിൽ പതിയണം. നിലാവ് പതിഞ്ഞ വെള്ളമാണ് രോഗനിവാരണം. ഇന്ന് കിണറുണ്ടെങ്കിൽ മുറ്റത്താണെങ്കിൽ പോലും അത് കംപ്ലീറ്റ് അടച്ച് മൂടിയിടും. ഒരു തരത്തിലും നിലാവിന്റെ ഒരു ചെറിയ ലേശം പോലും അതിലേക്ക് വരാൻ സമ്മതിക്കില്ല. അപ്പം ഈ വെള്ളത്തെ ഔഷധവീര്യമാക്കി മാറ്റുന്നത് ഈ നിലാവാണ്. അതുകൊണ്ട് വരുണൻ പറയുകയാണ്, സോമൻ, ചന്ദ്രൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രാത്രിയിൽ എല്ലാ ചെടികൾക്കും വെള്ളത്തിനും എന്താണ് ഔഷധവീര്യം ഉണ്ടാക്കി കൊടുക്കുന്നുവെന്ന്. അപ്സുമേ ഫോമോ അബ്രവീത് അന്തർ വിശ്വാനി ഭേഷജാഹ, ഇതിൻ്റെ അകത്തെല്ലാം ഞാൻ ഈ ഭേഷജത്തെ ഉണ്ടാക്കി വെക്കുന്നുവെന്ന്. വരൂഥം തന്വേ മമ അപ്സു അന്തഃ ഭേഷജം, വെള്ളത്തിൻ്റെ അകത്ത് ഔഷധമുണ്ട്. അന്നൊക്കെ വെറും പച്ചവെള്ളം കുടിച്ചാൽ രോഗം വരില്ല, രോഗനിവാരണമാണ്. ഇന്ന് വെള്ളം കുടിച്ചാൽ രോഗമായി ഉണ്ടാവുക. അതുകൊണ്ട് നിത്യജീവിതത്തിൽ എങ്ങനെയൊക്കെ ഇവയെ സൂക്ഷിക്കണം, സംരക്ഷിക്കണം എന്ന് നമുക്ക് ഉപദേശിച്ചു തരുന്ന മന്ത്രങ്ങളാണ് വാസ്തവത്തിൽ ഈ സൂക്തങ്ങൾ. ഞാൻ ഓരോ വാക്കും വരിയും മാത്രമേ പറയുന്നു. ഇനി മൂന്നാമത്തേത് വായുവാണ്. വായുവിന്റെ കഴിവ് അപാരമാണ്. ദത്ര ഉഗ്രായ മന്യവേ ജിഹീത പർവ്വതോ ഗിരി എന്നൊരു മന്ത്രം കൊണ്ടാണ് വായു സൂക്തം ആരംഭിക്കുന്നത്. പർവ്വതങ്ങളെയൊക്കെ ഒരു ദിക്കിൽ നിന്ന് മറ്റു ദിക്കിലേക്ക് അടർത്തി മാറ്റിക്കൊണ്ടുപോകാനുള്ള കഴിവ് കാറ്റിനുണ്ട്, വായുവിന്. ചെറിയ മന്ദാനിഴൻ മുതൽ ഒരു സമുദ്രത്തിന്റെ ഗതിയെ ഒരു ദിക്കിലേക്ക് മാറ്റി കരക്കോട്ട് കൊണ്ടുപോയി ഭൂമി മുഴുവൻ മുക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? വായുവിനുണ്ട്. അടുത്ത കാലത്ത് സുനാമി വന്നപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇത്ര കഴിവ് ഉണ്ട് എന്നുള്ളതാണ്. അത് വേദം പറഞ്ഞു വെച്ചതാണ്. ഓവ വർഷിഷ്ട ആ നരോ ദിവശ്ചക്മശ്ച ധൂതയ. പ്രപഞ്ചത്തിലെ ഏത് ശബ്ദവും നമ്മെ കേൾപ്പിക്കാൻ കാരണക്കാരൻ വായുവാണ്. വായുവിന്റെ പ്രതലം നിറഞ്ഞു നിന്നെങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം കേൾക്കുള്ളൂ. ശബ്ദ ഗുണകമാണ് ആകാശം. വായു മാരുതനാണ്, മരിപ്പിക്കുന്നവനാണ്, സഖാവാണ്, ബന്ധുവാണ്. കൊടുങ്കാറ്റടിച്ച് എത്ര ജീവജാലങ്ങളെ മരിപ്പിക്കാൻ പറ്റും? അത്ര ശക്തിയുണ്ട്. വെള്ളത്തെയും അഗ്നിയെയും കെടുത്തി കളയാൻ, നീക്കി കളയാൻ, മാറ്റിക്കളയാൻ, എങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിവ് ആർക്കുണ്ട്? വായുണ്ട്. മൂന്നാമത്തെ ഏറ്റവും വലിയ ശക്തി വായുവാണ്.
ആ വായുസൂക്തത്തിൽ ഓരോ മന്ത്രം പഠിക്കുമ്പോൾ പഠിക്കണം, അതിന്റെ വാക്കും അർത്ഥവും ഒക്കെ ചേർത്ത് പഠിക്കണം. അപ്പോഴേ നമുക്ക് അതിന്റെ മഹത്വം മനസ്സിലാക്കുന്നത്. അഗ്നിയുടെ സഖിയാണ് വായു. അഗ്നിയെ ഒരു ദിക്കിൽ നിന്ന് മറ്റു ദിക്കിലേക്ക് കൊണ്ടുപോകുന്നത് വായുവാണ്. അങ്ങനെ വായുവിന്റെ ഗതിവിഗതികൾക്ക് മാറ്റം ഉണ്ടാക്കരുത്, വായുവിന്റെ പോക്കിന് തടസ്സം ഉണ്ടാക്കരുത്. വീട് വെക്കുമ്പോൾ എപ്പോഴും ഫ്ലാറ്റായിട്ട് വെക്കരുത്, തരംഗങ്ങളായിട്ടേ വീട് വരാവൂ. കയറി ഇറങ്ങിയാണ് വീടിന്റെ മേൽക്കൂര വരേണ്ടത്, ഫ്ലാറ്റല്ല. അത് വായുവിന്റെ ഗതിക്ക് തടസ്സമാണ്. എന്നിങ്ങനെ വായുവിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് വീടുണ്ടാക്കേണ്ടതെന്ന് പോലും പറഞ്ഞു തരാനുള്ള കഴിവ് ഈ വൈദിക മന്ത്രങ്ങൾക്കുണ്ട്. ഇനിയും അതുകൂടാതെ പൃഥ്വിയാണ്. പൃഥ്വി എന്ന് വെച്ചാൽ ഭൂമിയാണ്. ഈ ഭൂമി അപ്പം വായു ദേവതയാണ്, ജലം ദേവതയായി. കാരണം എന്താണ്? ഈ ജലം സംരക്ഷിക്കണം, മലിനപ്പെടുത്തരുത്. ജലത്തെ ദേവതയായിട്ട് കണ്ട് ആരാധിക്കണം. കിണറ്, അതുപോലെ കുളം, നദി, ഇതൊക്കെ നമുക്ക് ദേവതകളാണ്. അതിലേക്ക് കാർക്കിച്ച് തുപ്പരുത്. കിണറ്റിൽ മാത്രം തുപ്പില്ല, നദിയിലും തുപ്പും, കുളത്തിലും തുപ്പും. തുപ്പരുത്, അത് ദേവതയാണ്. അതിനെ ദേവതയാക്കി മാറ്റി നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് നിത്യജീവിതത്തിലേക്ക് വരിക എത്ര ഓരോ മന്ത്രവും അങ്ങനെ തന്നെയാണ്. ജീവിതഗന്ധിയല്ലാത്ത മന്ത്രങ്ങൾ അതിൻ്റെ അകത്തില്ല. എന്താണ് ജീവിതവും ആണ് ഈ വേദവും നിത്യജീവിതവുമായിട്ടുള്ള ബന്ധം എന്ന് അന്വേഷിച്ചറിയുമ്പോൾ നമുക്ക് അത്ഭുതം ഉണ്ടാകും. അതുപോലെ പൃഥ്വി നമുക്ക് ദേവതയാണ്, ഭൂദേവതയാണ്, ഭൂമി ദേവതയാണ്. രത്നഗർഭയാണ് ഭൂമി. എല്ലാ തരത്തിലുള്ള രത്നവും സ്വർണവും വിളയിച്ചെടുക്കുന്ന ഭൂമിയിൽ നിന്നാണ്. വസുമതിയാണ്, ധാരാളം സമ്പത്തുള്ളവളാണ് ഭൂമി. ചക്രിയായവ വിവർത്തത്തെ കണ്ടുപിടിച്ചത് ഋഷിമാരാണ്. ഒരു ചക്രം പോലെ ഭൂമി ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണെന്ന് ഋഗ്വേദത്തിന്റെ ഒരു മന്ത്രത്തിൽ ഋഷി കണ്ടെത്തി. നമ്മൾ സയൻസ് പഠിക്കുന്ന അടുത്ത കാലത്ത് ആരോ കണ്ടുപിടിച്ചു എന്നാണ്. ചക്രിയായവ വിവർത്തതേ, വിവർത്തന കറങ്ങുക. ചക്രം പോലെ ഭൂമി സ്വയം അച്ചുതണ്ടിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്ന് ഈ പൃഥ്വി സൂക്തത്തിലെ ഒരു വരിയിൽ ചക്രിയായവ വിവർത്തതേ എന്നൊരൊറ്റ വരി മതി. അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തെന്ത് ഭൗതിക വിജ്ഞാനങ്ങളാണ് തരിക, അതിനെയൊക്കെ എന്താക്കി മാറ്റും? ആത്മീയമാക്കി മാറ്റും, അതിനെയൊക്കെ ജ്ഞാനമാക്കി മാറ്റും. ഇതാണ് അതിൻ്റെ കഴിവ്. ഇനിയുള്ളത് ആകാശമാണ്. ആകാശം എന്ന് വെച്ചാൽ ഭൂമിയുടെ മുകളിലത്തെ തലം മുതൽ ആകാശത്തിന്റെ താഴെ വരെയുള്ള സ്ഥലം. അതിന് ദ്യാവാപൃഥ്വി എന്ന് പറയും. ദ്യോവ് മുതൽ പൃഥ്വി വരെ ഈ അന്തരീക്ഷം ആണ് അതിൻ്റെ പേര്. അതൊരു ദേവതയാണ്. ദ്യാവാപൃഥ്വി എന്നൊരു ദേവതയാണ്. ആ ദേവതയെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ആരാധിക്കാം. ആകാശം എന്ന വാക്കിന്റെ അർത്ഥം അങ്ങുവരെ ശോഭിച്ചുകൊണ്ട് നിൽക്കുന്നതെന്ന്. ഇന്ന് നമ്മൾ കാണുന്ന മുകളിലത്തെ നീലമേലാപ്പ മാത്രമല്ല ആകാശം. ആകാശം ഇടയാണ്, സ്ഥലമാണ്. ഇടം എന്ന് പറഞ്ഞാൽ സ്ഥലമാണ്, അത് ആകാശമാണ്. ഞാൻ വീടുണ്ടാക്കി, വീടിൻ്റെ അകത്ത് എനിക്ക് ഇടമുണ്ട്, സ്ഥലമുണ്ട്, ആകാശമുണ്ട് എന്ന്. ഒരു പാത്രത്തിനകത്ത് ആകാശമുണ്ട്, കുടത്തിനകത്ത് ആകാശമുണ്ട്. കുടം പൊട്ടിയാൽ ആ ചെറിയ ആകാശം വലിയ ആകാശമായിട്ട് മാറും. വീടിൻ്റെ 4 ഭിത്തി എടുത്തു മാറ്റിയാൽ ഈ വീടിൻ്റെ അകത്തുള്ള മഠാകാശം അതിൻ്റെയും പ്രപഞ്ചാകാശമായി പരിണമിക്കും. അങ്ങനെ ആകാശത്തെക്കുറിച്ച് ഇനിയും ആകാശം എന്താണ്? വായുവുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് ശബ്ദം കേൾക്കാൻ പറ്റുന്നത്. വായു ഇല്ലാത്ത ആകാശത്തിന് പേര് ശൂന്യാകാശം. ശൂന്യം എന്ന് വെച്ചാൽ ഇല്ലാത്ത. എന്തില്ലാത്തത്? ആകാശം ഇല്ലാത്തതെന്നല്ല, വായു ഇല്ലാത്തത്. വായു ഇല്ല, അവിടെ ഇടയുണ്ട്, സ്ഥലമുണ്ട്. അതുകൊണ്ടാണ് ശൂന്യാകാശം എന്നതിന് പേര് വരാൻ കാരണം. ഇനിയും ആകാശത്തെക്കുറിച്ച് എത്ര നിഷ്കൃഷ്ടമായിട്ട് ഇവർ പഠിച്ചിട്ടുണ്ട്. ആകാശത്തിൽ കൂടി വീശുന്ന ഈ വായുവിൻ്റെ പ്രതലങ്ങൾ, 12 പ്രതലങ്ങൾ, ചാനലുകൾ വായുവിനുണ്ട്. ഓരോ പ്രതലത്തിലും വായുവില് ഉള്ള എലിമെന്റ്സുകൾ ഇവർ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതില് വിഷാംശത്തിന്റെ തോത് എത്ര ശതമാനം കൂടുതൽ കുറവെന്ന് വ്യക്തമായിട്ടുണ്ട്. ഈ സൂക്തം കിട്ടിയത് നമുക്ക് അത്ഭുതം തോന്നും. അതില് മനുഷ്യന് ശ്വസിക്കാൻ പറ്റിയത് വിഷാംശം തീരെ കുറഞ്ഞ് ഒഴുകുന്ന ഒരു 3ാമത്തെ ചാനലാണ്. താഴെ നിന്ന് 3ാമത്തെ. അത് ഏതായാലും നമ്മുടെ മുഖത്തിന് നേരെ വരും. അതുകൊണ്ടാണ് ഹേ മനുഷ്യരെ,
മൂക്ക് മുഖത്ത് വെച്ചിരിക്കുന്നത്. ഈ മൂക്ക് കാലേ വെച്ചാലും ഷോഫ് നടക്കും, ഒരു കുഴപ്പമില്ല. പക്ഷെ കിട്ടുന്നത് താഴത്തെ പ്രതലത്തിൽ കൂടിയുള്ള വായുവാണ്. അതിന് വിഷാംശം കൂടുതലാണ്. ഈ മൂക്കിന്റെ നേരെ നിൽക്കുന്നതിന് വിഷാംശം കുറവാണ്. അതുകൊണ്ട് നമ്മുടെ മൂക്ക് മുഖത്ത് വെച്ചിരിക്കുന്നു. ഈ മൂക്കിന്റെ ലെവലിലാണ് വീടിന്റെ, പഴയ കാലത്തെ വീടിന്റെ ജനലുകൾ വാതായനങ്ങളാണ്. അത് ചെറിയ ജനലുകളാണ്. അതിന് ഈ മൂക്കിന്റെ ഹൈറ്റേ ഉണ്ടാവുള്ളൂ. അതിൽ കൂടി വേണം കാറ്റടിച്ചകത്തോട്ട് കയറാൻ. താഴെ മുതൽ ജനൽ വെക്കാൻ പറ്റില്ല. ജനലിന് താഴേക്ക് നീളം കൂട്ടി നിലത്തുറപ്പിച്ച് വെച്ചാൽ അതിൽ കൂടി വരുന്നത് മുഴുവൻ വിഷാംശം കൂടുന്ന വായുക്കളാണ്. എത്ര നിഷ്കർഷമായിട്ട് കണ്ടെത്തി ഇവര്. വിസ്തരിച്ച് ഇതിൻ്റെ അകത്ത് പഠിക്കുന്നുണ്ട്. നമുക്ക് അത്ഭുതം തോന്നും ഇവരുടെ അറിവിനെ കുറിച്ച്. അങ്ങനെ ഈ പ്രപഞ്ചത്തിലുള്ള ഈ 5 ഘടകങ്ങളെക്കുറിച്ച്, പഞ്ചഭൂതങ്ങളെക്കുറിച്ച് നിഷ്കൃഷ്ടമായി പഠിച്ച് ഈ പഞ്ചഭൂതങ്ങളെയും ദേവതകളാക്കി മാറ്റി. ഇതാണ് ഋഗ്വേദം ചെയ്ത ഏറ്റവും വലിയ കൃത്യം. രണ്ടാമത്തെ വേദം യജുർവേദമാണ്. ഈ അറിവ് കൊണ്ട് മാത്രം ജീവിക്കാൻ പറ്റില്ല. വെള്ളത്തെക്കുറിച്ചോ വായുവിനെക്കുറിച്ചോ ജലത്തെക്കുറിച്ചോ ഞാൻ നന്നായിട്ട് പഠിച്ച് 100 പേജ് ഉപന്യാസം എഴുതി കൊടുത്താൽ എൻ്റെ ദാഹം തീരില്ല. ഞാൻ വെള്ളം കുടിക്കണം, അതൊരു കർമ്മമാണ്. ജ്ഞാനത്തെ കർമ്മമാക്കി മാറ്റണം. ഏത് കർമ്മവും ജ്ഞാനപൂർവകമായിരിക്കണം, അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യണം. അപ്പം രണ്ടാമത്തെ വേദത്തിന്റെ ലക്ഷ്യം കർമ്മമാണ്. എന്ത് കർമ്മങ്ങൾ? വേദം വിധിക്കുന്ന സമസ്ത കർമ്മങ്ങളും 3 തരത്തിലുള്ള കർമ്മമാണ്. നിത്യകർമ്മം, നൈമിത്തികർമ്മം, കാമ്യകർമ്മം. നിത്യകർമ്മം എന്നും ചെയ്യുന്ന, മുടങ്ങാതെ ചെയ്യുന്ന സന്ധ്യാവന്ദനാദികൾ നിത്യകർമ്മമാണ്. അത് പല്ല് തേക്കുന്ന പോലെയാണ്. നിത്യകർമ്മം ആണ് പല്ല് തേക്കുക. ഇന്ന് സമയമില്ലാത്തതുകൊണ്ട് പല്ല് തേക്കില്ല എന്ന് ആരെങ്കിലും വെക്കുവോ? ഇന്ന് എനിക്ക് നേരമില്ല, നാമം ജപിക്കാനോ സന്ധ്യാവന്ദനത്തിനോ ഇന്നിപ്പം വേണ്ട, നാളെ ആട്ടെ, കുഴപ്പമൊന്നുമില്ല, ഇന്ന് മുടങ്ങിപ്പോയി, ഭാരമില്ല. ഇതുപോലെ പല്ല് തേക്കൽ മുടക്കുവോ? ഇല്ലല്ലോ. എന്താ മുടക്കാത്തത്? അതിന് റിയാക്ഷൻ ഉണ്ടാകും. ഒരു ദിവസം പല്ല് തേച്ചില്ലെങ്കിൽ റിയാക്ഷൻ ഉണ്ടാകും എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് വേദം പറയും, അകരണേ പ്രത്യവായ സാധനാനി സന്ധ്യാവന്ദനാദീനി. ചെയ്യാതെ ഇരുന്നാൽ പ്രത്യവായ സാധനം, റിയാക്ഷൻ ഉണ്ടാകുന്നതാണ് സന്ധ്യാവന്ദനം. പല്ല് തേച്ചെങ്കിലുള്ള റിയാക്ഷൻ അപ്പോഴറിയാം. സന്ധ്യാവന്ദനം എന്ന് പറയുന്ന നിത്യകർമ്മം ചെയ്യാതെ എന്നുള്ള റിയാക്ഷൻ കുറച്ച് കഴിഞ്ഞേ അറിയുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല. നിത്യജീവിതത്തിൽ ഉണ്ടാകുന്ന പലതരത്തിലുള്ള അപകടങ്ങൾ, ആപത്തുകൾ, ഗ്രഹപ്പഴങ്ങൾ, ദുഃഖങ്ങൾ, സങ്കടങ്ങൾ, ഇതൊക്കെ അനുഭവിക്കുമ്പോൾ എന്താണെന്നറിയില്ല. ഒരു ജ്യോത്സ്യൻ പറയണം, അല്ലെ കുറെ കാലം കഴിയുമ്പോൾ അറിയണം, ഇതൊക്കെ ഞാൻ ചെയ്യാതിരുന്നതിൻ്റെ ദോഷങ്ങളാണ്. അതുകൊണ്ട് സന്ധ്യാവന്ദനാദികൾ നിത്യകർമ്മം ആര് എപ്പോൾ എങ്ങനെയൊക്കെ ചെയ്യണം വിസ്തരിച്ച് പറയും. ഞാൻ എൻ്റെ അകത്തോട് കിടക്കുന്നില്ല, എനിക്ക് 5 മിനിറ്റോട് മാത്രമേ ഉള്ളൂ, ഞാൻ വേഗം പറഞ്ഞു തീർക്കാം. ഈ നിത്യകർമ്മങ്ങൾ, നൈമിത്യ കർമ്മങ്ങൾ, ഓരോ വിശേഷ സന്ദർഭത്തിൽ ചെയ്യേണ്ട കർമ്മങ്ങൾ, കാമ്യകർമ്മങ്ങൾ, പുത്രകാമേഷ്ടികളായ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയുള്ള കർമ്മങ്ങൾ എന്നിങ്ങനെയുള്ള സമസ്ത കർമ്മങ്ങളും ആ യജുർവേദത്തിൽ അന്തർപ്പെടും. ഇന്ന് നമുക്ക് കർമ്മത്തെക്കുറിച്ചാണ് ആശങ്ക. ഒരു നിലവിളക്ക് കത്തിക്കാൻ പോലും നമുക്ക് ആശങ്കയാണ്. 1 തിരി വേണോ, 2 തിരി വേണോ, 3 തിരി വേണോ, 4 തിരി വേണോ, 5 വേണോ, 7 വേണോ, 12 വേണോ? ഓരോ ആചാര്യന്മാർ ഓരോന്ന് പറയും. 12 പേര് 12 വെച്ച് പറയും. ഏതാ ചെയ്യേണ്ടത് ആർക്കും അറിയില്ല. അതിനുത്തരം യജുർവേദത്തിൽ. എങ്ങനെ, ആര്, എപ്പോൾ, ഏത് കർമ്മം ചെയ്യണം എന്ന് വ്യക്തമായ ഭാഷയിൽ നമുക്ക് നന്നായി മനസ്സിലാക്കി തരാനുള്ള കഴിവ് അപ്പൊ നിത്യജീവിതത്തിലേക്ക് വരികയല്ലേ. ജീവിതമായിട്ട് ബന്ധമില്ലാത്ത ഒരു മന്ത്രവും ഇന്നത്തില്ല. ഇനിയും ഇത് മാത്രമല്ല, ഈ കർമ്മങ്ങൾ മാത്രമല്ല, ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഇതിനു വേണ്ടിയിട്ടാണ്, ആനന്ദം ഉണ്ടാക്കാൻ വേണ്ടിയാണ്. മൂന്നാമത്തെ വേദം ആനന്ദത്തിന്റെ വേദം. അതുകൊണ്ടാണ് സാമവേദമാണ്, പാടാനുള്ളതാണെന്ന് പറയുന്നത്. ആനന്ദ അംഭോധിം അയതേ എന്ന വാക്കുകൊണ്ടാണ് സാമവേദത്തിന്റെ ഒരു വരി ആരംഭിക്കുന്നത്. മനുഷ്യനെ ആനന്ദ കടലിലേക്ക് മുക്കലാണ് ഈ വേദത്തിന്റെ ലക്ഷ്യം. അറിവ് വേണം, അറിഞ്ഞുകൊണ്ട് കർമ്മം ചെയ്യണം. കർമ്മം ചെയ്താൽ ആനന്ദം അനുഭവിക്കണം, സുഖദുഃഖങ്ങളല്ല. അത് വന്നു പൊക്കൊണ്ടിരിക്കും. ഏത് കർമ്മം ചെയ്താലും സുഖവും വരും, ദുഃഖവും വരാം. സുഖദുഃഖങ്ങളല്ല വിഷയം, ആനന്ദമാണ്. ആനന്ദം ഒരിക്കലും നശിക്കാത്തതാണ്, സാന്ദ്രമായ ആനന്ദമാണ്.
എന്ന ദുഃഖേന സംഭിന്നം നജഗ്രസ്തം അനന്തരം അഭിലാഷോപനീതന്റെ യത് തത്സുഖം. അതാണ് സുഖം, അതാണ് ആനന്ദം. ഈ ആനന്ദമാണ് നമുക്ക് വേണ്ടത്. അത് നേടിത്തരാൻ ഈ സാമവേദത്തിന് കഴിയും. അതുകൊണ്ട് നിത്യജീവിതത്തിലെ ഏത് കർമ്മവും എങ്ങനെ ആനന്ദപ്രദമാക്കാമെന്ന് കാണിച്ചു തരുന്ന വേദമാണ് സാമവേദം. 3 വേദങ്ങൾക്ക് 3 വിഷയം. ഒന്ന് ജ്ഞാനം, പിന്നൊന്ന് കർമ്മം, പിന്നൊന്ന് ആനന്ദം. ഇനി ഈ 3നെയും സംരക്ഷിക്കാൻ വേണ്ടിയാണ് അഥർവവേദം. അഥർവവേദം നമ്മൾ മാറ്റി നിർത്തിയിരിക്കുന്ന കുറേ കാലങ്ങളായിട്ട് അത് മന്ത്രവാദത്തിന്റെ വേദമാണ്, അത് ഹീനമാണ്, അത് കൊള്ളില്ല എന്നൊക്കെ മാറ്റി നിർത്തിയിട്ടുണ്ട്. അതും ഇടയ്ക്കുള്ള നമ്മുടെ ഈ വേദത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. അഥർവവേദം ശരിക്കും പഠിക്കുമ്പോഴാണ് നമുക്ക് നന്നായിട്ട് അറിയുന്നത് ഇത്രത്തോളം മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്ന മറ്റൊരു വേദം ഇല്ല എന്ന് നമ്മൾ നന്നായിട്ട് അറിയുന്നത് അതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ്. പക്ഷെ അത് പഠിക്കാതെ കണ്ട് തന്നെയാണ് നമ്മൾ ഇന്ന് അതിൽ കൂടി സഞ്ചരിക്കുന്നുള്ള അതിൻ്റെ ദോഷം. അതുകൊണ്ട് ഈ അഥർവത്തിലെ 5977 മന്ത്രങ്ങളാണ് അതിൻ്റെ അകത്തുള്ളത്. ഏറ്റവും വലുത് ഋഗ്വേദമാണ്, പിന്നത്തേത് എന്താണ് അഥർവമാണ്. ഈ മൂന്നും ഇവിടെ സംരക്ഷിക്കണം. സംരക്ഷണ പ്രധാനമാണെന്ന് പറയാൻ ഞാൻ ഒരു ഉദാഹരണം മാത്രം പറയാം. ദർഭ മുറിക്കാൻ ചെല്ലുന്ന മുനികുമാരൻ ദർഭയുടെ ചുവട്ടിൽ നിന്ന് ഒരു പ്രാർത്ഥന ഉണ്ട്. അല്ലയോ ദർഭകളെ, നിങ്ങളുടെ അറ്റം മാത്രമേ ഞാൻ നുള്ളിയെടുക്കുള്ളൂ. മനുഷ്യന്റെ നഖം മുറിക്കുന്ന പോലെയും മുടി മുറിക്കുന്ന പോലെയും ഇത് നിങ്ങളെ വേദനിപ്പിക്കില്ല എന്ന് ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ദർഭാഗ്രം നുള്ളിയെടുക്കുകയുള്ളൂ. ദർഭാഗ്രം നുള്ളിയെടുത്താൽ വീണ്ടും കിളിച്ചു വരും. നഖം അറ്റം വെട്ടിക്കളഞ്ഞാൽ വീണ്ടും കിളിച്ചു വരും. മുടി വെട്ടിക്കളഞ്ഞാൽ വീണ്ടും കിളിച്ചു വരും. അതുപോലെയാണ് ദർഭാഗ്രം. അങ്ങനെ ഞാൻ നുള്ളിയെടുക്കുന്ന ദർഭാഗ്രം കൂർച്ചമായും പവിത്രമായും കോർത്ത് പൂജയിൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് മോക്ഷം തരട്ടെ. പൂവിറുക്കാൻ ചെല്ലുന്ന ഒരു മുനികുമാരൻ ചെടിയുടെ മുമ്പിൽ നിന്ന് പ്രാർത്ഥനയുണ്ട്. അല്ലയോ ചെടികളെ, നിങ്ങളുടെ ഉണ്ടായിരിക്കുന്ന പൂക്കൾ, ഈ പൂവ് വിടർന്നത് വണ്ടിന് തേൻ കുടിക്കാനാണ്. മധു ചഷകം എന്നാണ് ഇതിൻ്റെ പേര്. വണ്ടിന് തേൻ കുടിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ എഴുന്നേറ്റ് വരുന്നതിന് മുമ്പ് വണ്ട് വന്ന് അതിൻ്റെ കൊമ്പിറക്കി അതിൽ നിന്ന് ഒരു തുള്ളി തേൻ കിട്ടും. അന്ന് അതിനത് മതി, ഇത്രേ ഉള്ളൂ. വണ്ടുകൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിയാണ് പൂക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിൻ്റെ മണം വണ്ടിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. പൂവിൻ്റെ മണം കൊണ്ടാണ് വണ്ട് തിരിച്ചറിയുന്നത് ഇത് പൂവാണെന്ന്. അങ്ങനെ അറിഞ്ഞെത്താൻ വേണ്ടി നമുക്ക് വേണ്ടിയിട്ടല്ല. അതുകൊണ്ട് വണ്ട് വന്ന് തേൻ കുടിച്ചു കഴിഞ്ഞപ്പോൾ പൂവിൻ്റെ ജന്മകൃത്യം സാർത്ഥകമായി സഫലമായി. ഇനി ഒന്നും ചെയ്യാനില്ല. ഇനി ഏതാനും മണിക്കൂറിനകം ആ പൂ വളർന്ന് താഴെ വീഴും. അതിനു മുമ്പ് നിങ്ങളെ അടർത്തിയെടുത്ത് മന്ത്രപൂർവകം ഞാൻ ദേവപാദങ്ങൾ അർപ്പിച്ച് നിങ്ങൾക്ക് മോക്ഷം തരട്ടെ. അഥർവത്തിന്റെ മന്ത്രമാണ്. ഇത് തള്ളിക്കളയേണ്ടതല്ലോ. അഥർവത്തിലെ എത്ര മന്ത്രങ്ങൾ ഇന്ന് നമ്മുടെ മഹാക്ഷേത്രങ്ങളിലൊക്കെ പ്രതിഷ്ഠയ്ക്ക് കലശത്തിനൊക്കെ ഉപയോഗിക്കുന്ന പല മന്ത്രവും തന്നെയാണ്. ധാരാളം മന്ത്രം ഇത് സ്വീകരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അഥർവവേദം തള്ളിക്കളയേണ്ടതല്ല. പക്ഷേ പാശ്ചാത്യ സംസ്കാരം കടം മേടിച്ച് സുഭിക്ഷമായി ജീവിക്കുന്ന നമുക്ക് അഥർവവേദം വിഷയമല്ല. ഇന്ന് നമ്മൾ പാശ്ചാത്യ ലോകത്തുനിന്ന് സ്വീകരിച്ചിരിക്കുന്ന ഒരു സംസ്കാരമുണ്ട്. എന്താണ്? ഡിസ്പോസബിൾ കൾച്ചർ. ആദ്യം അതൊരു പ്ലേറ്റും ഗ്ലാസുമായിട്ട് നമ്മുടെ മുമ്പിൽ വന്നിട്ടുണ്ട്. ആവു, സന്തോഷമായി, പാത്രം കഴുകണ്ട, എളുപ്പമായിരിക്കും. നമ്മുടെ കർമ്മം കുറച്ച് കിട്ടുകയാണ്. പക്ഷേ ഇതെവിടെ ഡിസ്പോസ് ചെയ്യും? അതിനേക്കാൾ കഷ്ടമാണ്. ഇനിയും ഇതുകൊണ്ട് തീരില്ല, പ്ലേറ്റും ഗ്ലാസും കൊണ്ട് ഈ സംസ്കാരം തീരില്ല. അത് കയറി വന്ന് അമ്മയെ ആക്രമിച്ചിട്ട് ഡ്രസ് കോഡിലേക്ക് വരും. ഒറ്റ പ്രാവശ്യം ഉപയോഗിച്ച് നശിപ്പിക്കാവുന്ന ഡ്രസ്സുകൾ വിദേശ കമ്പനിക്കാരുണ്ടാക്കി തരുമ്പോൾ ഇപ്പം തന്നെ 1 വർഷത്തേക്കുള്ളൊന്നും എന്താണ് ഒരു വസ്ത്രം ഉപയോഗിക്കത്തില്ല. കഴിയുമ്പോൾ കളയും അല്ലെങ്കിൽ മാറും. അതുകൊണ്ട് പഴയ വസ്ത്രങ്ങൾ വീടുകളിൽ ധാരാളമാണ്. അതെവിടെങ്കിലുമൊക്കെ കൊടുത്തു തീർക്കുകയാണ്. ഇത് മനസ്സിലാക്കി തന്നെ വരും. എന്താണ്? ഒറ്റ പ്രാവശ്യം ഉപയോഗിക്കാം, അതാണ് ഡ്രസ് കോഡ്. അത് കളയാം. സോപ്പ് വേണ്ട, കഴുകണ്ട, തേക്കണ്ട, ഒന്നും വേണ്ട, സൗകര്യം. അതുകൊണ്ട് എന്ത് ചെയ്യില്ല, നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പാത്രങ്ങളുടെ മുകളിലും എഴുതി വെച്ചിട്ടുണ്ട് 1 year ഗ്യാരണ്ടി. അതെ, അത് കഴിഞ്ഞാൽ പിന്നെ അത് കളഞ്ഞുകൊള്ളൂ, നന്നാക്കി എടുക്കാൻ പറ്റില്ല. ഇങ്ങനെ അതുകൊണ്ടും തീരില്ല. അത് മനുഷ്യ ജീവിതത്തെ കടന്നാക്രമിക്കും. ഡിസ്പോസബിൾ ഫാദർ ആൻഡ് മദർ. അച്ഛനമ്മമാരുടെ ആവശ്യം കഴിഞ്ഞു, ഇനി അവരെ ഡിസ്പോസ് ചെയ്യണം. ഈ ഡിസ്പോസബിൾ കൾച്ചറിന്റെ പരിണത ഫലമാണ് അഥർവവേദം പഠിക്കാത്തത് കൊണ്ടാണ് അച്ഛനമ്മമാരെ കൊണ്ട് നിക്ഷേപിക്കാൻ സ്ഥലം അന്വേഷിച്ച് നടക്കുന്നത്. അത് അഥർവത്തിനെതിരാണ്. അഥർവം ഒരിക്കലും ഇത് പറയില്ല. അഥർവം പഠിക്കുന്ന ഒരു നാട്ടിലും ഒരു വൃദ്ധസദനങ്ങളും ഉണ്ടാവില്ല. ഇത് സംരക്ഷണ പ്രധാനമാണ്.
ഓരോ മന്ത്രവും പഠിച്ചു നോക്കൂ, എങ്ങനെ സംരക്ഷിക്കണമെന്ന് കാണിക്കും. അഥർവേദം മുഴുവൻ ഇതാണ്. ഇപ്പൊ ഇതുകൊണ്ട് തീരില്ല. ഡിസ്പോസബിൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ആവശ്യം കഴിഞ്ഞാൽ 5-8 വർഷം ഒന്നിച്ച് ലിവിങ് ടുഗദർ, അവരെ കളയാൻ പോവാം, ഒരു കുഴപ്പമില്ല. ഇങ്ങനെ ആവരുത് ജീവിതം എന്ന് കാണിക്കുക. അപ്പൊ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ മുഴുവൻ. ഈ 4 വേദങ്ങളിലെയും വിഷയങ്ങൾ മനുഷ്യ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അത് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. 4 വേദങ്ങളിലെയും ആശയങ്ങൾ പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നോക്കുക. വേദം പൂജമുറിയിൽ വെച്ച് പൂജിക്കേണ്ട ഗ്രന്ഥമല്ല, അത് മാറ്റിവെച്ച് ആദരിക്കേണ്ട ഗ്രന്ഥമല്ല. അതിൽ കൂടി കടന്ന് സഞ്ചരിച്ച് പഠിച്ച് നിത്യജീവിതം സാർത്ഥകമാക്കാൻ ജഗദീശൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എനിക്ക് 8 മണിക്ക് ക്ലാസ് വേറെ ഉള്ളത് കൊണ്ട് ഞാൻ സ്വാമിയോട് പറഞ്ഞിരുന്നു 8 വരെ പറ്റുള്ളൂ. ഇന്ന് ഞാൻ തൽക്കാലം ഞാൻ പിന്തിരികയാണ്. ഇത് ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത പ്രണാമം. ഇങ്ങനെ ഒരു സൽക്രമത്തെ എപ്പോഴും എത്രയോ കാലം മുതൽ സ്വാമിയെ എവിടെ വിളിച്ചാലും ഞാൻ ഓടിയെത്തും. അങ്ങനെ കടപ്പാട് സ്വാമിയോടുണ്ട്. കാരണം സ്വാമി എന്നെ നല്ല കാര്യങ്ങൾക്കാണ് വിളിക്കുന്നത് മുഴുവൻ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ പറയാൻ കിട്ടുന്ന ഒരു സന്ദർഭം വിനിയോഗിക്കണ്ടേ? അതിന് സ്വാമി ഒരു നിമിത്തമാണ്, കാരണമാണ് മാത്രമേ ഉള്ളൂ. നാരായണ സ്വാമിക്കും ഞാൻ എൻ്റെ കൃതജ്ഞത അറിയിച്ചുകൊണ്ട് ഇനിയും എപ്പോഴെങ്കിലും ഒരു സന്ദർഭം വരികയാണെങ്കിൽ ഞാൻ വിസ്തരിച്ച് കൂടി പറയാൻ ശ്രമിക്കാം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകളെ ഭഗവത് പാദങ്ങൾ അർപ്പിച്ചുകൊണ്ട് വിനയപൂർവ്വം ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. നമസ്കാരം. വിശ്വനമ്പൂരി സാറിന് ഭാഗവത സത്രസമയുടെയും ഇതിൽ പങ്കെടുത്ത എല്ലാ ഭക്തജനങ്ങളിലും പേരുള്ള നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. അദ്ദേഹം വളരെ ഗഹനമായ വിഷയം 1 മണിക്കൂറിനുള്ളിൽ നിന്ന് നിർത്തിക്കൊണ്ട് ആ 4 വേദങ്ങളുടെയും കാര്യങ്ങൾ, അത് അഗ്നിയുടെയും ജലത്തിന്റെയും ഭൂമിയുടെയും കാര്യങ്ങള് നമ്മുടെ ജീവിതമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തി, അത് ഓരോ കാര്യങ്ങളും വൈദിക ധർമ്മത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുമായിട്ട് എങ്ങനെ ബന്ധപ്പെടുത്തി കിടക്കുന്നു എന്നുള്ളത് വളരെ വിശദമായിട്ട് അദ്ദേഹം നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. വളരെയധികം സന്തോഷമുണ്ട്. നമ്മൾ ഇനിയിപ്പോൾ എല്ലാ മാസവും നമ്മൾ സെക്കൻഡ് ശനിയാഴ്ച, സെക്കൻഡ് സാറ്റർഡേ വൈകുന്നേരമാണ് നമ്മൾ ഇത് നടത്താൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ മാസവും ഒരു ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സൗകര്യമായിരിക്കില്ല. അതുകൊണ്ടാണ് ഇപ്പം അടുത്ത ഇനി മാർച്ച് 14 മാർച്ച് 14 വൈകുന്നേരം ആയിരിക്കും അടുത്ത പ്രഭാഷണം. അത് മറ്റേ ആചാര്യന്റെ വിഷയം പിന്നീട് അറിയിക്കുന്നതാണ്. ഇത് പങ്കെടുത്ത എല്ലാവർക്കും സത്രസമയുടെ നന്ദി പ്രതികൊള്ളുന്നു. കാരണം പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും ഓന് വയ്യ, ഓനോടൊന്ന് കൂട്ടിക്കൊണ്ട് നമസ്കാരം. 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 കേൾക്കാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഭഗവാനോട് നന്ദി. നമസ്കാരം സാർ. നമസ്കാരം. നമസ്കാരം സാർ, വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു. നമസ്കാരം. നമസ്കാരം. സന്തോഷം. സന്തോഷം. നമസ്കാരം സാർ. നമസ്കാരം. സാറ് സ്വാമി പറഞ്ഞാൽ മതി. പറഞ്ഞു. താങ്ക്സ് പറഞ്ഞു. ഇപ്പൊ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം നന്ദി. അടുത്ത പ്രഭാഷണം സ്വാമിയോട് പറഞ്ഞു, മാർച്ച് 14-ാം തീയതിയാണ്. എല്ലാവരും പങ്കെടുക്കണം. മറ്റു സുഹൃത്തുക്കൾക്കും ഒക്കെ ഈ ലിങ്ക് അയച്ചു കൊടുത്ത് എല്ലാവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്യിക്കാൻ ശ്രമിക്കുക. അതുപോലെ കുടുംബത്തിലെ കുട്ടികളെയൊക്കെ കൂടെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ കേൾപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഇത് മീറ്റിംഗ് അവസാനിക്കുകയാണ്.